സീസണിൽ മൂന്നാമത്തെ ഈ ഗ്രൗണ്ടിൽ മൂന്നാമത്തെ സെഞ്ചുറിയാണ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. എന്താണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ സെഞ്ചുറി? അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അങ്ങനെ ഒരു രഹസ്യമില്ല. എല്ലാ മാച്ചും നല്ലതായിട്ട് കളിക്കണം എന്ന് ഒരു വിചാരമുണ്ട്. നല്ല ഫോമിൽ ഇരിക്കുമ്പം ഒരു ഫോമിൽ ഇരിക്കുമ്പം എല്ലാവരും പറയുമല്ലോ ദാറ്റ് നല്ല ചാൻസ് കിട്ടുമ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ആൻഡ് ചാൻസ് വിടല്ലെന്ന്. സോ അതന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാറ്റ് നല്ലതായിട്ട് കളിക്കുമ്പം കളിച്ചുകൊണ്ടിരി, ഒരു അത്യാവശ്യമുള്ള ഷോട്ട് മാത്രം അടിച്ചാൽ മതി ആൻഡ് നോർമൽ നേരെ കളിച്ച് പോവാം. അതിൻ്റെ കണക്ഷൻ എന്ന് ചോദിക്കട്ടെ, സച്ചിൻ ബേബി അങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്ന് വിചാരിച്ചിരുന്നോ? എന്ത് അബദ്ധം? ആ സമയത്തൊരു വിട്ടത് ക്യാച്ച് അക്ഷയ് ചന്ദ്രനാണ്. അതല്ല, ഞാൻ കഴിഞ്ഞ ദിവസം സച്ചിൻ ആ സെഞ്ചുറി നഷ്ടമാക്കിയല്ലോ. അത് എല്ലാവർക്കും പറ്റുന്ന കാര്യം അതൊക്കെ. അതൊരു ആ മൂമെൻറ്റിൻ്റെ എന്തോ ഡിസിഷൻ മേക്കിങ്ങോ എന്തോ വേണമെങ്കിൽ പറയാം. പക്ഷേ അതേ സെയിം ഷോട്ട് എത്ര പ്രാവശ്യം സച്ചിൻ 6 or 4 അടിച്ച് കാണും. സോ അത് ഒരു പ്രാവശ്യം വർക്കായില്ല, നമുക്ക് വർക്കായി. അത് നമ്മുടെ ലക്കിന് കയ്യിലോട്ട് തന്നെ വന്നു. സോ അത് ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് നോക്കാം. ബിക്കോസ് അവർ നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് കൂടുതൽ ദൂരം ഇല്ലായിരുന്നു ലീഡ് എടുത്തതിന് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എന്നാലും 2 ദിവസത്തെ കളി ഉണ്ടായിരുന്നു. ഇന്നും എന്ത് വേണമെങ്കിലും പറ്റായിരുന്നു.